കാർഷിക വ്യാവസായിക മേഖലകളെ തകർത്തും തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കിയും ഇടത് സർക്കാർ കേരളത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണെന്ന് BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി PK ബൈജു പറഞ്ഞു. കൊല്ലങ്കോട് ഗായത്രി കോംപ്ലക്സിൽ നടന്ന BMS മേഖലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ഫലമായി അഭ്യസ്തവിദ്യരായ യുവാക്കൾ തൊഴിലില്ലാതെ അലയുന്ന അവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. KSRTC ഉൾപ്പെടെയുള്ള കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 10,000-കണക്കിന് ഒഴിവുകളാണ് PSCക്ക് നൽകാതെ ഒഴിച്ചിട്ടിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ പാർട്ടി സ്വത്താക്കി മാറ്റാനുള്ള ഭരണകൂട ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരം നീക്കങ്ങൾ. ക്ഷേമ പെൻഷന്റെ പേര് പറഞ്ഞ് ഡീസലിനും പെട്രോളിനും ലിറ്ററിന് 2 രൂപ വീതം സെസ് പിരിച്ചിട്ടും ക്ഷേമ പെൻഷൻ മാസങ്ങളുടെ കുടിശ്ശികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊയ്തുകൂട്ടിയ നെല്ലെടുക്കാതെയും എടുത്ത നെല്ലിന്റെ പണം നൽകാതെയും നെൽകർഷകരെ കടുത്ത പ്രതിസന്ധിയിലേക്ക് സർക്കാർ തള്ളിവിടുകയാണ്. BMSന്റെ 70-ാം വാർഷികത്തിന്റെ സമാപനമായ 2025 ജൂലൈ 23-ന് മുൻപ് കേരളത്തിൽ എല്ലാ തൊഴിൽ മേഖലയിലും സംഘടനയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തി ഭരണകൂടങ്ങളുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങളെ തിരുത്താനുള്ള പ്രവർത്തനങ്ങളുമായി സംഘടന മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ സംഘടനകളും തൊഴിലാളി സംഘടനകൾ രൂപീകരിക്കുന്ന സമയത്ത് നമുക്കറിയാം, അതൊക്കെ ഏതെങ്കിലുമൊക്കെ യൂണിയനുകളെയൊക്കെ കൂട്ടുപിടിച്ച് അവരെയൊക്കെ വലിച്ച് അവരുടെ തൊഴിലാളി സംഘടനയിലേക്ക് കൊണ്ടുവന്നിട്ട് വലിയൊരു യൂണിയനുള്ള വലിയ സംഖ്യയുള്ള ഒരു സംഘടനകളായിട്ടാണ് ബാക്കി തൊഴിലാളി സംഘടനകളെല്ലാം രൂപീകൃതമായത്, ആദ്യത്തെ തൊഴിലാളി സംഘടന ഒഴികെ. പക്ഷേ BMS തുടങ്ങുന്ന സമയത്ത് BMSന് ഒരു യൂണിയൻ ഉണ്ടായിരുന്നു. ഒരു സ്ഥാപനത്തിനും BMSന് പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. ഒരു നാട്ടിലും കമ്മിറ്റി ഉണ്ടായിരുന്നില്ല. ദത്തോബാം തേങ്കിടിജി എന്ന് പറഞ്ഞ് നമ്മുടെ ഈ സ്ഥാപകനായിട്ടുള്ള BMSന്റെ സ്ഥാപകനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ചിന്തയും അദ്ദേഹത്തിന്റെ തൊഴിൽ മേഖലയോടുള്ള കാഴ്ചപ്പാടും അദ്ദേഹത്തിന് ഈ രാജ്യത്തിലെ തൊഴിലാളികൾ എങ്ങനെ മുന്നോട്ട് പോകണം, അത് രാഷ്ട്രഹിതത്തിന് അനുയോജ്യമായിട്ട് എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് BMS എന്ന് പറയുന്ന ദേശീയ ബോധമുള്ള ഒരു തൊഴിലാളി പ്രസ്ഥാനം ഈ ഭാരതത്തിൽ രൂപം കൊണ്ടത്. മേഖലാ പ്രസിഡന്റ് C പരമേശ്വരൻ അധ്യക്ഷനായി. കൺവെൻഷനിൽ മേഖലാ സെക്രട്ടറി KV ചന്ദ്രൻ, K രാജൻ കൊല്ലങ്കോട്, A ശിവദാസൻ, EN അനന്തൻ, V മോഹനൻ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.